السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശൈഖ് റിഫാഇ തങ്ങളെക്കുറിച്ച് ലോകത്ത് പ്രസിദ്ധമായ ഒരു ചരിത്രമാണ്. മഹാനവറുകൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ പോയപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട കയ്യിനെ ഖബറിൽ നിന്ന് നീട്ടിക്കൊടുക്കുകയും മഹാനവറുകൾ അതിനെ ചുംബിക്കുകയും ചെയ്ത, കയ്യിനെ ചുംബിക്കുകയും ചെയ്ത സംഭവം. ഈ സംഭവം ഒരുപാട് മഹാരഥന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചതായിട്ട് കാണാം. ലോകത്ത് അനിഷേധ്യമായി അറിയപ്പെട്ട ഒരു സംഭവം കൂടിയാണ്. ലോകത്ത് അറിയപ്പെട്ട മഹാരഥന്മാരൊന്നും ഇതിനെ ആക്ഷേപിച്ചിട്ടുമില്ല. ഈ സംഭവം ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി സംഭവം കൊണ്ടുവരുന്നുണ്ട്. അബുൽ ഹുദ മുഹമ്മദുൽ റിഫാഇ അവിടുത്തെ ചരിത്രം പറയുന്ന, മുഹമ്മദുൽ കബീർ തങ്ങളുടെ ചരിത്രം പറയുന്ന ഖിലാദത്തുൽ ജവാഹിറിൽ ഈ സംഭവം വിശദമായി കൊണ്ടുവരുന്നുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത് വഫാത്തോടുകൂടെ മുറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നവരല്ലല്ലോ നമ്മൾ. മുത്തനബിയുടെ മുഅ്ജിസത്ത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുക തന്നെ ചെയ്യും. എവിടെന്നെങ്കിലൊക്കെയുള്ള അപശബ്ദങ്ങൾ നാം കേട്ടതുപോലെ മുത്തനബിയുടെ മുഅ്ജിസത്ത് ഖുർആനല്ലാത്ത എല്ലാ മുഅ്ജിസത്തും മുറിഞ്ഞുപോയി എന്ന് പറയുന്ന വാദക്കാരൊന്നല്ല നമ്മൾ. അതൊക്കെ അബദ്ധജടിലങ്ങളായ വാദങ്ങളാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത് ഇന്നും ഖുർആനും ഖുർആനല്ലാത്തതും നിലനിൽക്കുന്നുണ്ട്. കാരണം ഹയാത്തി ഖൈറുൽ ലക്കും വ മമാത്തി ഖൈറുൽ ലക്കും, എൻ്റെ ജീവിതം ഏതു പ്രകാരം നിങ്ങൾക്ക് ഉത്തമമായോ അവിടുത്തെ വഫാത്തും അതുപോലെ ഉത്തമമാണ്. അപ്പൊ ജീവിത കാലഘട്ടത്തിലുണ്ടായ അത്ഭുതകരമായ സംഭവങ്ങൾ വഫാത്തായതിനു ശേഷവും ഉണ്ടാകുമെന്ന വിഷയത്തിൽ തർക്കമില്ല. അപ്പോൾ അഹ്മദുൽ കബീർ റിഫാഇ തങ്ങളുടെ ഈ പ്രസിദ്ധമായ സംഭവം എന്താ? മഹാരഥന്മാർ പറയുകയാണ്, ഉമ്മുൽ ബറാഹീൻ ഫീ തസ്ഹീഹിൽ യഖീൻ ബിഇശാറത്തി സ്വാലിഹീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞ സംഭവത്തെ അബുൽ ഹുദ മുഹമ്മദുൽ റിഫാഇ ഖിലാദത്തുൽ ജവാഹിറിൽ കൊണ്ടുവരുന്നുണ്ട്. അവിടെ കാണാം, ഇന്ന കുത്തുബസ് സമാൻ അസ്സയ്യിദ് അൽ ജലീൽ അശ്ശൈഖ് അൽ കബീർ അസ്സയ്യിദ് അഹ്മദ് ഇബ്നു അബിൽ ഹസൻ റിഫാഇ അൽ ഹുസൈനി, കുത്തുബസ് സമാൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട അബുൽ ഹസൻ റിഫാഇ റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റഹ്മത്തുള്ളാഹി അലൈക്ക് ഒരുപാട് പേരുകളുണ്ട്. പേരുകൾ അധികരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠത കൂടും എന്നുള്ളതിന്റെ മേൽ അറിയിക്കുന്നല്ലേ. ഫാത്തിഹയ്ക്ക് 20-ലധികം പേരുകളുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായിട്ട് കാണാം, സിയാദത്തുൽ അസ്മാഇ തദുല്ലു അലാ ശറഫിൽ മുസമ്മ. പേരുകൾ അധികരിക്കുക എന്നുള്ളത് ആ വസ്തുവിന് ശ്രേഷ്ഠത കൂടുതലുണ്ട് എന്നുള്ളതിന്റെ മേൽ അറിയിക്കും. അഹ്മദുൽ കബീർ റിഫാഇ തങ്ങളുടെ പേരാണ് അസ്സയ്യിദ് അഹ്മദ് റിഫാഇ, സുൽത്താനുൽ ആരിഫീൻ, സയ്യിദുൽ മശായിഖ്, സലാഹുദ്ദീൻ, മുഹീദ്ദീൻ, അഹ്മദുൽ കബീർ, അബൂ സ്വാലിഹ്, അബൂ സഫ എന്നുള്ള വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫാഇ റഹ്മത്തുള്ളാഹി അലൈഹി. അതുപോലുള്ള മറ്റൊരു പേരാണ് കുത്തുബുസ് സമാൻ. അപ്പൊ ആ ഉമ്മുൽ ബറാഹീൻ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നു, ഖുത്ബുസ് സമാൻ അഹ്മദുൽ കബീർ റിഫാഇ തങ്ങൾ കാന മിൻ അജല്ലിൽ ഖൗമി ഇംകാന, സൂഫിയാക്കൾക്കിടയിൽ അത്യുന്നതമായ സ്ഥാനമുള്ള ആളാണ്. വഅതമ്മിഹിം അഖ്ലാഖൻ വഇഹ്സാന, സൽസ്വഭാവത്തിലും അതുപോലെ തന്നെ സ്നേഹത്തിന്റെ വിഷയത്തിലും ഇഹ്സാന്റെ വിഷയത്തിലും സൂഫിയാക്കളിൽ ഏറ്റവും പരിപൂർണനാണ് എന്ന് പറഞ്ഞിട്ട് പറയാണ്, വഖദ് റവാലന അശ്ശൈഖുൽ ജലീൽ വൽഹുമാമുൽ ഫുളൈൽ അബൂ ഹഫ്സുൽ ഉമർ, അബൂ ഹഫ്സ് ഉമർ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ വലിയ മഹാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം എന്താ? കുന്നാ ഫീ മജ്ലിസി ശൈഖിൽ കബീർ അസ്സയ്യിദ് അഹ്മദ് ഇബ്നു അബിൽ ഹസൻ റിഫാഇ, ഞങ്ങൾ അഹ്മദുൽ കബീർ റിഫാഇ തങ്ങളുടെ മജ്ലിസിലായിരുന്നു.
വഹൗലഹു ജമാഅത്തുൻ മിൻ ഫുഹൂലിൽ അബ്താലി വഅകാബിർ റിജാൽ. ആ കാലഘട്ടത്തിലെ ആൺകരുത്തന്മാരായ അത്യുന്നതരായ ഔലിയാക്കളും മശായിഖന്മാരും സൂഫികളും മഹാനവറുകളുടെ ചുറ്റും ഇരിക്കുന്നുണ്ട്. എന്നിട്ടോ വഹും യതഹാദസൂന ഫീ ഹദറത്തി ശൈഖ്, അവരെല്ലാവരും ശൈഖ് റിഫാഇ തങ്ങളുടെ ഹദറത്തിൽ പരസ്പരം ചർച്ച ചെയ്യുന്നു. എന്തിനെ സംബന്ധിച്ച്? ബിഉലൂമിൻ ഗരീബ, അദൃശ്യജ്ഞാനങ്ങളെ സംബന്ധിച്ച്. വഅസ്റാറിൻ അജീബ, അത്ഭുതകരമായ ആശ്ചര്യപ്പെടുത്തുന്ന രഹസ്യങ്ങളെ സംബന്ധിച്ചാണ് ചർച്ച. വഹുവ ജാലിസും ബൈനഹും, ഈ വലിയ പടുകൂറ്റൻ പണ്ഡിതന്മാരായ ഔലിയാക്കൾ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട മശായിഖന്മാരുടെ ഇടയിൽ ശൈഖ് റിഫാഇ തങ്ങൾ ഇരിക്കുന്നുണ്ട്. യറുദ്ദു ജവാബഹും, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട്. എന്ത് ചോദിച്ചാലും അദൃശ്യജ്ഞാനങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ അത്ഭുതകരമായ രഹസ്യങ്ങളെ സംബന്ധിച്ചുമാണ് ചർച്ച. ഇതിനൊക്കെ ചോദിക്കുന്നതിനനുസരിച്ച് മറുപടി കൊടുക്കുക. അങ്ങനെ മറുപടി ഇങ്ങനെ കൊടുത്ത് ഈ മുന്നിലിരിക്കുന്ന വലിയ ഔലിയാക്കൾക്ക് തന്റെ ഔലിയാക്കളുടെ മുഴുവൻ സംശയങ്ങളും തീർത്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കുന്ന മഹാനായ അഹ്മദുൽ കബീർ തങ്ങളെ ചാടി എണീറ്റു. കാശിഫൻ റഅസഹു, തന്റെ തല വെളിവാക്കി, തല കെട്ടൂരി. എന്നിട്ട് വഖാല അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് മഹാനവറുകൾ ഈ വലിയ ഉന്നതന്മാരായ ഔലിയാക്കളുടെ സാന്നിധ്യത്തിൽ പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു ലഹറൽ ഹഖ് വബാന സിദ്ഖു, ഹക്ക് വെളിവായി, സത്യം വെളിവായി. ഹക്ക് വെളിവായി, സത്യം ഒന്നേ ഉള്ളൂ, അത് വെളിവായിരിക്കുന്നു. നൂദീതു മിനൽ ഹദറത്തിൽ അലിയ, ഉന്നതമായ ഹദറത്തിൽ നിന്ന് വിളി കേൾക്കപ്പെട്ടിട്ടുണ്ട്. ഉന്നതമായ ഹദറത്ത് എന്ന് പറഞ്ഞ ഹക്കിന്റെ സാന്നിധ്യമാണ്, അല്ലാഹുവിന്റെ സാന്നിധ്യമാണ്. ആ അല്ലാഹുവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് വിളിയാളം കേൾക്കപ്പെട്ടു. എന്താ വിളിയാളം? അയ്യാ അഹ്മദ്, ഓ അഹ്മദേ, ഖും, എണീക്ക്. വസുർ ബൈത്തുല്ലാഹിൽ ഹറാം, പരിശുദ്ധമായ കഅബ പോയി സന്ദർശിക്കണം. വസുരിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്ദർശിക്കണം. ഫഇന്ന ഹുനാക ദഅവത്തുൻ മിനർ റസൂൽ, മുത്തുനബിയിൽ നിന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ദഅവത്ത് വന്നിട്ടുണ്ട്, വിളിയാളം വന്നിട്ടുണ്ട്. അവിടേക്ക് പോകണം. കഅബ സന്ദർശിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാനും പോകണം എന്നുള്ള വിളിയാളം കേട്ടപ്പോഴാണ് മഹാനവറുകൾ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് ചാടി എണീറ്റ് പറഞ്ഞത്. ഫഖാല കുല്ലു മൻ ഫിൽ മജ്ലിസി സമഅൻ വതഅതൻ, ഇത് കേട്ടപാടെ മജ്ലിസിലുള്ള ഔലിയാക്കൾ മുഴുവനും ഒന്നടങ്കം അത് അംഗീകരിക്കുകയാണ് ചെയ്തത്. ആരും ആക്ഷേപിച്ചിട്ടില്ല. കാരണം മഹാന്മാരായ ആളുകൾ, കശ്ഫുള്ള ആളുകൾ, ആത്മീയ തുറവടിയുള്ള ആളുകൾ, ഇങ്ങനെ മഹാരഥന്മാരിൽ നിന്ന് ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് അനുഭവിച്ചറിഞ്ഞവരാ. അതുകൊണ്ട് അവരതിനെ ആക്ഷേപിക്കുകയില്ല. എല്ലാവരും അംഗീകരിച്ചുകൊണ്ട് അവിടുന്ന് പാട്ടുപാടി ഞങ്ങളോട് എന്ത് ചെയ്യോ, താങ്കൾ ഞങ്ങളോട് എന്ത് കൽപ്പിച്ചാലും ഞങ്ങൾ അതിന് എതിര് പ്രവർത്തിക്കുകയില്ല. അങ്ങനെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നിട്ടുള്ള ഈ കൽപ്പന വന്നപാടെ ബൈത്തുൽ കഅബ ലക്ഷ്യമാക്കി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ മഹാനായ ശൈഖ് റിഫാഇ തങ്ങൾ തയ്യാറെടുക്കുകയാണ്. അപ്പ ഫതലഅ മഅഹു ജമ്മുൻ വഫീർ, ഒരു പറ്റം സംഘം ആളുകൾ ഞങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞു. വമഹ്ഫലുൻ കബീർ, വലിയ ഒരു സംഘമുണ്ട്, എണ്ണിയാൽ തീരാത്ത വലിയൊരു സംഘമുണ്ട്. വസാറു ത്വാലിബീന മക്കത്തൽ മുശറഫ, എല്ലാവരും മക്ക ലക്ഷ്യമാക്കി യാത്ര പോകുകയാണ്. വൽ മദീനത്തൽ മുനവ്വറ, ബതായിഹ് ഉമ്മു അബീദ എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് മഹാനായ ശൈഖ് റിഫാഇ തങ്ങളും വലിയ ഒരു സംഘം ഔലിയാക്കൾ അടങ്ങുന്ന വലിയൊരു സംഘം ആളുകൾ മക്കത്തുൽ മുക്കറമയിലേക്കും മദീനത്തുൽ മുനവ്വറയും ലക്ഷ്യമാക്കി യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ ഒരു മക്ക സന്ദർശിച്ചു. അവസാനം ഫലമ്മാ വസലു വൽ മദീന, മഹാനായ ശൈഖ് റിഫാഇ തങ്ങളും ഈ വലിയ സംഘം ആളുകളും മദീനയിലെത്തിയപ്പോൾ അവസാനം മദീനത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പട്ടണത്തിൽ മദീനയിലെത്തിയപ്പോൾ വഖഫതു ജാഹ ഹുജറത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ ശൈഖ് റിഫാഇ തങ്ങൾ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഷറഫാക്കപ്പെട്ട ഹുജറയുടെ ഷറഫാക്കപ്പെട്ട അവിടുന്ന് അന്തി ഉറങ്ങുന്ന ഖബറു ഷരീഫിന്റെ മുന്നിൽ നിൽക്കുകയാണ്. എന്നിട്ടൊരു പാട്ടാണ് പാടുന്നത് മഹാനവറുകൾ.
في حالة البعد روحي كنت أرسلها تقبل الأرض عني وهي نائبتي وهذه دولة الأشباء قد حضرت فامدد يديك لكي تحظى بها شفتي. എന്താ പാട്ടിന്റെ അർത്ഥം? വിദൂരതയിലായിരുന്ന സന്ദർഭത്തിൽ, ഞാൻ ഇവിടേക്കൊന്നും വരാത്ത സന്ദർഭത്തിൽ എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ സാന്നിധ്യത്തിലേക്ക് അയക്കാറുണ്ട് നബിയേ. തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി, എനിക്ക് പകരമായിട്ട് എൻ്റെ ആത്മാവ് ഈ മണ്ണിനെ മുത്തമിടാറുണ്ട് നബിയേ. ഇപ്പോൾ ഇതാ ആ റൂഹ് ഉൾക്കൊള്ളുന്ന ഈ ശരീരവുമായിട്ട് ഷെയ്ഖ് അഹ്മദുൽ കബീർ എന്ന് പറയുന്ന ഞാൻ അങ്ങയുടെ സന്നിധിയിൽ ഹാദിറായിരിക്കുന്നു. അതുകൊണ്ട് ഫംദുദ് യദൈക ലികൈ തുഹ്ളാ ബിഹാ ശഫതീ, അങ്ങയുടെ രണ്ട് കരമൊന്ന് നീട്ടിത്തരുമോ നബിയേ. എന്നിട്ട് എൻ്റെ ചുണ്ട് ആ കയ്യിലൊന്ന് വെച്ചിട്ട് എനിക്കൊന്ന് സായൂജ്യമടയണം നബിയേ. ഈ പാട്ടാണ്ട് പാടുകയാണ് മഹാനവറുകൾ. എന്നിട്ട് ഈ പാട്ട് പാടിയിട്ട് അസ്സലാമു അലൈക യാ ജദ്ദാ, എൻ്റെ വല്ലിപ്പയായ മുത്തുനബിയേ എന്ന് പറഞ്ഞു മഹാനവറുകൾ സലാം പറഞ്ഞപ്പോൾ ഫഖാല ലഹു മിൻ ദാഖിലിൽ ഹുജ്റ, ഹുജറത്തു ഷരീഫ് എന്ന് പറയുന്ന മുത്തുനബി അന്തി ഉറങ്ങുന്ന റൂമിന്റെ ഉള്ളിൽ നിന്ന് വിളിയാളം വരുന്നു, സലാം അടക്കുന്നു. വഅലൈക്കസ്സലാം യാ വലദീ, എൻ്റെ മോനെ വഅലൈക്കസ്സലാം. ഒരാവശ്യം ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട്. എന്താ? അങ്ങയുടെ കൈയൊന്ന് ഈ ഖബറിൽ നിന്ന് എനിക്ക് നീട്ടിത്തരണം. വൻഷക്ക താബൂത്തുർ റിസാല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അന്തിയുറങ്ങുന്ന ഖബറിന്റെ മുകളിലുള്ളതായ ആ മരത്തിനാൽ ഉണ്ടാക്കപ്പെട്ട പെട്ടി പൊട്ടിപ്പിളരുകയാണ്. വമദ്ദയദഹു ശരീഫ, ശറഫാക്കപ്പെട്ട മുത്തുനബിയുടെ കൈ നീളുകയാണ്. ഫഖബ്ബലഹാ, ശൈഖ് റിഫാഈ തങ്ങൾ ചുംബിക്കുകയാണ്. വബായഹു ബൈഅതൻ കുല്ലിയ, പരിപൂർണ ബൈഅത്ത് ചെയ്യുകയാണ്. വഫാത്തിന് ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈ നീട്ടിക്കൊടുത്ത് കയ്യിനെ ചുംബിച്ച് ബൈഅത്ത് ചെയ്യുകയാണ്. എന്നിട്ട് സ്റ്റേജിൽ കയറിയിട്ട് ജനങ്ങൾക്ക് വഅദ് പറഞ്ഞു കൊടുക്കണം, ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? കൈ നീട്ടിക്കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിക്കുകയാണ്. വഖാല ലഹു സാനിയൻ, രണ്ടാമതും മുത്തുനബി അവിടുന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? ലഖദ് നഫഅല്ലാഹു ബിക അഹ്ലസ് സമാഇ വഅഹ്ലൽ അർദ്, ഭൂമിയിലുള്ളവർക്കും ആകാശത്തിലുള്ളവർക്കും നീ കാരണമായി അല്ലാഹു ഉപകാരം ചെയ്തിട്ടുണ്ട്, ഉപകാരം ചെയ്യട്ടെ എന്നൊരു പ്രാർത്ഥന കൂടി എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വഹാദിഹിൽ ബൈഅത്തു, ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീട്ടിക്കൊടുത്ത് കൈ നീട്ടിക്കൊടുത്ത ഈ ബൈഅത്ത് മുത്തസിലത്തും ബിക വബിദുരിയതിക ഇലാ യൗമിൽ ഖിയാമ, മുത്തുനബി പറയാണ് അത് നിന്നിലും നിലനിൽക്കും, നിന്റെ മക്കളിൽ ഖിയാമത്ത് നാൾ വരെ എന്ത് ചെയ്യും? അത് നിലനിൽക്കും. വൽ ഹാദിറൂന യശ്ഹദൂന ബി അബ്സാരിഹിം, അവിടെ ഹാദിറായ ഒരു പറ്റം മക്ക മദീനത്ത് സിയാറത്ത് ചെയ്യാൻ വന്ന ഒരുപാട് ആളുകളുണ്ട്. മഹാനായ ശൈഖ് റിഫാഈ തങ്ങളോടൊപ്പം വന്ന ഔലിയാക്കളായ ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാവരും തന്റെ കണ്ണുകളെ കൊണ്ട് അത് കാണുകയാണ്. ചെവികളെ കൊണ്ട് മുത്തുനബി പറയുന്ന വാക്ക് കേൾക്കുകയാണ്. റിദ്വാനുല്ലാഹി തആല അലൈഹി. ആലോചിച്ച് ഇവരൊക്കെ നുണ പറഞ്ഞു. ഈ വലിയൊരു സംഘം എത്രയാണെന്ന് പറയാൻ പറ്റൂല. ജമ്മുൻ വഫീർ എന്നാ പറഞ്ഞത്. എന്ത് ചെയ്യാ? വലിയൊരു സംഘം. ഇത്രയും വലിയ സംഘം നുണ പറഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഈ വലിയ സംഘം മൊത്തം ഇത് കാണുകയാണ്. വകാന മിമ്മൻ ഹദറ ഫീ തിൽക സനതി മിനൽ ഹുജ്ജാജ്, ആ വർഷത്തിൽ ഹജ്ജിന് അവിടെ ഹാദിറായ, ഹജ്ജിന് വന്ന അവിടെ ഹാദിറായ ആളുകൾ അവിടെയുണ്ട്. വശാഹദ ദാലിക ബിഐനിഹി, നേരിട്ട് ഈ ദൃശ്യമായി ഈ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. മിൻ ഫുഹൂലിൽ റിജാൽ, ആ കാലഘട്ടത്തിലെ പടുകൂറ്റം പണ്ഡിതന്മാരായ ആൺകരുത്തന്മാരായ ഔലിയാക്കൾ. അതിൽ ഹയാത്ത് ബിൻ ഖൈസുൽ ഹറാനിയുണ്ട്, അലി ഇബ്നു ഖമീസ് ഉണ്ട്, അതുപോലെ തന്നെ അദി ഇബ്നു മുസാഫിർ ഷാമിയുണ്ട്, അതുപോലെ തന്നെ സയ്യിദ് ഉഖൈലുൽ മുൻജിയുണ്ട്, സയ്യിദ് അഹ്മദ് സഗ്ഫറാനി എന്ന് പറയുന്ന ആളുകളുണ്ട്, സയ്യിദ് അതീഖ് എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ഉണ്ട്. വകാന ബഖിയത്തും മൻ ഹദറ മിനൻ നാസി 90,000.
90,000 ആളുകൾ അന്ന് അവിടെ സാന്നിധ്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ഈ 90,000 ആളുകൾ എന്ത് ചെയ്തു? ഇത് കണ്ടു എന്ന ചരിത്രം പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ സംഭവം നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഇതൊക്കെ നുണയായിട്ട് മഹാരഥന്മാർ എഴുതി വെച്ചതാ. മഹാന്മാരുടെ പേരിൽ ഇങ്ങനെയൊക്കെ ആവശ്യമില്ലാത്തതൊക്കെ എഴുതി വെക്കേണ്ട ഒരാവശ്യമുണ്ടോ? നടന്നതല്ലേ എഴുതി വെക്കുള്ളൂ. ഇത്ര ആളുകൾ ഇതിനൊക്കെ സാക്ഷി നിന്നത് കൊണ്ടല്ലേ ഇത് ലോകത്തെ പ്രസിദ്ധമായത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ കണ്ടു എന്ന് വിചാരിച്ച് ഇത്രത്തിൽ പ്രസിദ്ധമായ ചരിത്രമായി വരുമോ? ലോകത്ത് എത്ര ആളുകൾ ഇതിന് സാക്ഷിയായി. എന്നിട്ട് മഹാരഥന്മാർ ഈ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, وفي هذه القصة بعد الكرامة من شهادة الرسول لسيد أحمد بصحة النسب ما يكفي شرفا وفخرا. ഈ കറാമത്ത് മഹാനായ ശൈഖ് റിഫായിയിൽ നിന്നുണ്ടായത് കറാമത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാട്ടിക്കൊടുത്തത് മുഅ്ജിസത്തുമാണ്. അങ്ങനെ ഇത് മൊത്തം ഈ ആളുകൾ ഇത് നേരിട്ട് നിന്ന് കാണുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരം കേൾക്കുകയും ചെയ്തപ്പോൾ അവിടെ വിളിച്ചൊരു പേരുണ്ട്, എൻ്റെ മകനെ. ഈ വിളി മുത്തുനബിയുടെ പേരക്കുട്ടിയാണ് അഹ്മദുൽ കബീറുൽ റിഫായി തങ്ങൾ എന്നുള്ളതിന്റെ മേൽ അറിയിക്കും എന്ന് ഈ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? മഹാരഥന്മാർ റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് മഹാരഥന്മാർ പറയുകയാണ്, എന്താ പറയുന്നത്? മിൻ അന്ന ഇൻകാറ ഹാദിഹിൽ കറാമ, ഈ കറാമത്തുകളെ നിഷേധിക്കൽ യുഅദ്ദി ഇലാ സൂഇൽ ഖാത്തിമ, അന്ത്യം മോശമാകാൻ അത് കാരണമായി തീരും. ഇന്ന് കറാമത്ത് ഓവറായിട്ടൊന്നും പറയാൻ പാടില്ല എന്നുള്ള അവസ്ഥയിലേക്കൊക്കെ ചില പണ്ഡിതന്മാർ എത്തിയിട്ടുണ്ട്. ഖേദകരമാണ്. മഹാന്മാരെ കുറിച്ച് എന്ത് ചെയ്യുക? അവരിൽ സംഭവിച്ചത് എന്തും പറയാം. അതൊരു അമാനുഷികമായ മുഴുവൻ കാര്യങ്ങളും പറയുന്നത് കൊണ്ടൊന്നും തെറ്റില്ല. അതൊക്കെ എന്ത് ചെയ്യുക? മഹാന്മാരിലുള്ള അമിതമായ വിശ്വാസത്തിന്റെ കുറവാണ് എന്ന് താൽക്കാലികമായി ഞാൻ പറഞ്ഞു വെക്കുന്നുള്ളൂ. മാത്രമല്ല എന്ത് ചെയ്യുക? ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് മഹാരഥന്മാർ പറയുന്നു, അന്ന ഇൻകാറ ഹാദിഹിൽ കറാമ, ഈ കറാമത്തിനെ നിഷേധിക്കൽ യുഅദ്ദി ഇലാ സൂഇൽ ഖാത്തിമ, അന്ത്യം മോശമാകാൻ കാരണമാണ്. വലിയാദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. ലിമാ ഫീഹി മിൻ ഇൻകാരി മുഅ്ജിസത്തിൻ നബി വ കറാമത്തിൽ വലിയ, ഇതിൽ ഒരു വലിയന്റെ കറാമത്തുണ്ട്, മുത്തുനബിയുടെ മുഅ്ജിസത്തുണ്ട്. ഇത് നിഷേധിച്ച മുഅ്ജിസത്തിനെ നിഷേധിക്കലും ആവും, വലിയന്റെ കറാമത്തിനെ നിഷേധിക്കലും രണ്ടും ഒരേ സമയം ഉണ്ടാകും ഈ സംഭവം നിഷേധിച്ചാൽ എന്ന് മഹാരഥന്മാർ ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു. അല്ലാഹു തആല മഹാരഥന്മാരുടെ അത്ഭുതകരമായ ലോകങ്ങൾ മനസ്സിലാക്കാൻ, യഥാർത്ഥമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.